ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സജ്ജനങ്ങളെ, ബഹുമാനപ്പെട്ട SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർക്ക് 2026 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചതുമായി ബന്ധപ്പെട്ട് അരങ്ങേറുന്ന വാഗ്വാദങ്ങളും എതിർപ്പുകളും ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇത്. ഒരു സമുദായ നേതാവ് എന്നതിൽ ഉപരി അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്, പൊതുജന സേവകനാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന് കിട്ടിയ ഈ പത്മ പുരസ്കാരം അദ്ദേഹത്തിൻ്റെ പൊതുജന സേവനത്തിന് വേണ്ടി ലഭിച്ചിട്ടുള്ളതാണ്. പൊതുജന സേവനം സമുദായ സേവനവുമായി കലർത്തി അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹത്തിന് ഈ പത്മ പുരസ്കാരം ലഭിച്ചതെന്ന് അറിയുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്ന ഈ ഒരു അപമാനം, അതായത് പല കോണിൽ നിന്നും അദ്ദേഹത്തെ ഈ പുരസ്കാരത്തിന് അർഹനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അപമാനിക്കുന്ന തരത്തിൽ ഒരുപാട് ലേഖനങ്ങളും വാർത്തകളുമൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയ വഴിയും മറ്റുമായി കാണാൻ സാധിക്കുന്നു. എന്തെന്നാൽ അദ്ദേഹം ഒരു സമുദായ നേതാവ് എന്നതിലുപരി അദ്ദേഹം ഒരു വ്യവസായി കൂടിയാണ്. SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി സ്ഥാനമേൽക്കുന്നത് 1995 കാലഘട്ടത്തിലാണ്. ഈ 95 കാലഘട്ടത്തിലെ SNDP യോഗത്തിൻ്റെ അവസ്ഥ എന്തെന്നാൽ ചത്തതും ചാകാത്തതുമായ ഒരുപിടി ശാഖായോഗങ്ങളുടെ ഒരു കൂട്ടമായിരുന്നു SNDP യോഗം. ഈ അവസരത്തിൽ ആണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന ചേർത്തലക്കാരൻ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി ചാർജ് എടുക്കുന്നത്. ആ സമയം തൊട്ട് ഇന്നേ വരെയുള്ള ഈ 2026 വരെയുള്ള 30-31 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നോക്കിയാൽ തന്നെ നമുക്കറിയാം. 95-ന് മുമ്പ് എങ്ങനെയായിരുന്നു SNDP യോഗം, 95-ന് ശേഷം എങ്ങനെയായിരുന്നു SNDP യോഗം എന്ന് നമുക്കൊന്ന് വിലയിരുത്തി നോക്കിയാൽ 95-ന് ശേഷമുള്ള SNDP യോഗത്തിന് വളരെ കരുത്താർജിച്ച ഒരു സ്വഭാവമാണെങ്കിൽ 95-ന് മുമ്പ് ചത്തതും ചാകാത്തതുമായ ഒരു രീതിയിലുള്ള SNDP യോഗമായിരുന്നു എന്ന് വേണം കരുതാൻ. എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ ഗുരുദേവ ദർശനം മാത്രം ഉൾക്കൊണ്ട് ഗുരുദേവ ദർശനത്തിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ആ ഒരു പ്രവർത്തനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. രാഷ്ട്രീയമായി SNDP യോഗത്തിന് യാതൊരു ശക്തിയും ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. അതായത് തങ്ങൾക്ക് അവകാശപ്പെട്ട സ്കൂളുകളും കോളേജുകളും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി തങ്ങൾക്ക് കിട്ടേണ്ട സ്ഥാനമാനങ്ങളും ഒന്നും ഈഴവ സമുദായത്തിന് കൃത്യമായി ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് വേണം നമുക്ക് 95 കാലം വരെ ഉണ്ടായിരുന്ന SNDP യോഗത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നമുക്ക് എടുത്തു കാണിക്കാൻ സാധിക്കുന്നത്. ആർ ശങ്കർ എന്ന പരമോന്നതനായ നേതാവ്, SNDP യോഗത്തിൻ്റെ നേതാവ് ആർ ശങ്കർ, നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ആർ ശങ്കർ, അദ്ദേഹം ഈഴവ സമുദായത്തിന് അന്ന് നൽകിയിരുന്ന സംഭാവന അത് മാത്രമായിരുന്നു നമുക്ക് അന്നുവരെ 95 കാലഘട്ടം വരെ SNDP യോഗത്തിന് കൈമുതലായി ഉണ്ടായിരുന്നത്. 95 കാലഘട്ടത്തിന് ശേഷം വെള്ളാപ്പള്ളിയുടെ കാലഘട്ടമായപ്പോഴേക്കും സമുദായം ശക്തി പ്രാപിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സമുദായത്തിൻ്റെ ശക്തി എന്തെന്ന് മാറി മാറി വരുന്ന സർക്കാരുകളെ SNDP യോഗത്തിൻ്റെ ഈഴവ സമുദായത്തിൻ്റെ ശക്തി എന്തെന്ന് കാണിച്ചു കൊടുക്കുവാൻ വെള്ളാപ്പള്ളി നടേശൻ എന്ന SNDP യോഗത്തിൻ്റെ അമരക്കാരൻ വിജയിക്കുക തന്നെയാണ് ചെയ്തത്. 2026 വരെ അമരക്കാരനായിരുന്ന SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ കഠിന പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഒക്കെ സമുദായം ശക്തി പ്രാപിച്ചത്, രാഷ്ട്രീയപരമായും ശക്തി പ്രാപിച്ചത് ഈ കാലഘട്ടത്തിലാണ്, വെള്ളാപ്പള്ളി നടേശൻ്റെ കാലഘട്ടത്തിലാണെന്ന് നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാവുന്നതാണ്. കേരള സമൂഹത്തിലെ പ്രബല സമുദായമായ ഈഴവ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായും ഈഴവരാതി പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിനുള്ള അമരക്കാരനായി പ്രവർത്തിക്കുന്നതിലും ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ അവർ വിജയിക്കുക തന്നെയാണ് ചെയ്തത്. അതിൻ്റെ ഫലമായി തന്നെയാണ് പിന്നോക്ക വികസന കോർപ്പറേഷൻ എന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ രൂപവൽകൃതമായത് പോലും. എന്നിരുന്നാലും എന്തൊക്കെ എതിർപ്പുണ്ടെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് ലഭിച്ച പത്മ പുരസ്കാരം 30 വർഷക്കാലമായി പ്രവർത്തനം നടത്തിയതിൻ്റെ ഒരു റിവാർഡായിട്ട് വേണം കരുതാൻ.
പ്രധാനമായും അദ്ദേഹം നേരിടുന്ന വെല്ലുവിളി ഗുരുദേവ ദർശനങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഏത് ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത്. ഗുരുദേവ ദർശനങ്ങൾ ഈഴവ സമുദായത്തിനോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളിക്കോ വേണ്ടി മാത്രം ഉണ്ടായ കാര്യമല്ല. ലോകത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഗുരുദേവൻ അരുളി ചെയ്ത ഗുരുദേവ ദർശനങ്ങൾ ലോകരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. ലോകത്തെമ്പാടുമുള്ള മനുഷ്യ സമൂഹത്തിന് വേണ്ടിയുള്ളതാണ്. അത് ഏറ്റെടുത്ത് നടപ്പിൽ വരുത്തേണ്ടത് ഈ ലോകത്തെമ്പാടുമുള്ള മനുഷ്യ സമൂഹം തന്നെയാണ്. പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ ഇതിന് തുടക്കം കുറിക്കേണ്ടതാണ്. അത് നടപ്പിൽ വരുത്തേണ്ടത് ഇവിടുത്തെ സർക്കാരുകളാണ് നടപ്പിൽ വരുത്തേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന സമുദായ നേതാവ് ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ടെന്ന് വേണം കരുതാൻ. വെള്ളാപ്പള്ളി നടേശൻ എന്ന SNDP യോഗത്തിൻ്റെ കരുത്തനായ സാരഥി ആ സ്ഥാനത്ത് ഇരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തെ ബഹുമാനിക്കാതെ തരമില്ല. ഇനിയിപ്പോൾ അടുത്തതായി ഗോകുലം ഗോപാലനോ മറ്റാരെങ്കിലുമൊക്കെയാണ് ഇവിടെ വരുന്നതെങ്കിൽ പോലും ആ സ്ഥാനമെന്നത് വളരെ പരിപാവനമായ ഒരു സ്ഥാനമാണ്. ഇത്രയും കാര്യം പറയാൻ എന്നെ പ്രേരിപ്പിച്ചതും ആ ഒരു സ്ഥാനത്തിൻ്റെ മഹിമയെ ഓർത്തിട്ടാണ്. വെള്ളാപ്പള്ളി നടേശൻ എന്ന സാമുദായിക നേതാവിന് ലഭിച്ച ഈ പത്മ പുരസ്കാരത്തിൻ്റെ അഭിമാന തിലകത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാനുള്ള വകയുണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പത്മ പുരസ്കാരം ലഭിച്ച ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ അവർക്ക് എൻ്റെ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.